നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് തട്ടിപ്പിലൂടെ സ്വന്തം അക്കൗണ്ടിലെത്തിയ തുക പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി കമ്മീഷൻ കൈപ്പറ്റിയ തൃശൂർ സ്വദേശി റെനീസ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 6 കിലോ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ പാലക്കാട്ട് പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. വിഷുദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിൽ ചൊവ്വാഴ്ച റീൽസ് ചിത്രീകരിച്ചത് വിവാദമായി. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും പരിശോധിക്കുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവുമെന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കോൺഫറൻസ് 22-ന് ഒലവക്കോട്. 5000-ഓളം പേർ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് SMA പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി. മദ്രസ കമ്മിറ്റികളിൽ 25 വർഷം സേവനം നടത്തിയവർക്ക് ആദരമൊരുക്കും. വാർത്തകൾ വിശദമായി. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ 3 പീടിക സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ 26 വയസ്സുള്ള റെനീസിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ചാണ് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ പ്രതി റനീസ് തട്ടിയെടുത്തത്. ഇക്കണോമിക്സ് ടൈംസ് പത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകൃഷ്ടനായ പരാതിക്കാരനെ ഷെയർ ട്രേഡിംഗിനായി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ട്രേഡിംഗിനുള്ള ലിങ്കും ട്രേഡിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിന്മാർ പല ദിവസങ്ങളിലായി അയച്ചു കൊടുക്കുകയായിരുന്നു. ഷെയർ ട്രേഡിംഗ് നടത്തിച്ച സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവിലായി പല തവണകളിലായാണ് പരാതിക്കാരൻ പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 1,34,50,000 രൂപ നിക്ഷേപിച്ചത്. 22,20,000 റനീസിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങി ഈ തുക പിൻവലിച്ച് പ്രതികൾക്ക് നൽകി. 15,000 രൂപ കമ്മീഷനായി കൈപ്പറ്റി. തട്ടിപ്പ് സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഏജന്റായി പ്രവർത്തിച്ചു വന്നതിനാണ് റനീസിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DCRB DYSP സുരേഷ്, സൈബർ SHO വർഗീസ് അലക്സാണ്ടർ, SI ബെന്നി ജോസഫ്, GASI അനൂപ് കുമാർ, GS CPO അജിത് കുമാർ, CPO അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 6 കിലോ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ പാലക്കാട്ട് പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. ഒഡീഷ സ്വദേശി 35 വയസ്സുള്ള അനിൽകുമാർ ദിഗൽ, 38 വയസ്സുള്ള ഷിബാനന്ദ പ്രധാൻ എന്നിവരാണ് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ നോർത്ത് പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് 6 കിലോ കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത്. ഒഡീഷയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചത്. ആരാണ് ഇവർക്ക് കഞ്ചാവ് കൈമാറിയതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പാലക്കാട് DYSP VA കൃഷ്ണദാസ്, നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സബ് ഇൻസ്പെക്ടർ അജാസുദ്ദീൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് RPF ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്നു രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയത്. വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലാണ് റീൽസ് ചിത്രീകരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയത്. റീൽസ് ചിത്രീകരിച്ച സ്ഥലത്ത് നേരത്തെ റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കട്ടെയെന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് ഏപ്രിൽ 22-ന് ഒലവക്കോട്ട് നടക്കും. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നതെന്ന് പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് SMA ജില്ലാ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. മദ്രസ നിർമ്മാണത്തിനും നിലവിലെ മദ്രസകളുടെ നവീകരണത്തിനും SMA ധനസഹായം നൽകി വരുന്നുണ്ട്. മദ്രസ അധ്യാപകർക്ക് പ്രതിമാസം 12,000 രൂപ വീതം പെൻഷനും നൽകുന്നുണ്ട്. ജില്ലയിലെ 400-ലധികം വരുന്ന മദ്രസകളിൽ നിന്നായി 5,000-ഓളം പേർ കോൺഫറൻസിൽ പങ്കെടുക്കും. ജില്ലയിലെ മദ്രസ കമ്മിറ്റികളിൽ 25 വർഷം സേവനം നടത്തിയവരെ കോൺഫറൻസിൽ ആദരിക്കുമെന്നും സിദ്ദിഖ് ഫൈസി പറഞ്ഞു. നമ്മൾ ഇതിനു വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് 2 മെമ്പർ, അങ്ങനെ 5 ആളാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1,500 കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു കോൺഫറൻസ് ആയിരിക്കും. ഒലവക്കോട് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന നാളെ കാലത്ത് 9:30 മണി മുതൽ 1 മണി വരെ ആ പരിപാടി നടക്കുകയാണ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന 60 വയസ്സ് പ്രായം പൂർത്തിയായ മദ്രസ അധ്യാപകന്മാർക്ക് വർഷത്തിൽ 12,000 രൂപ തോതിൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസ നിർമ്മിക്കാനോ നിർമ്മിക്കപ്പെട്ട മദ്രസ വല്ല കേടുപാട് സംഭവിച്ചാലോ അതിനുവേണ്ടി നിർമ്മാണ സഹായങ്ങൾ അപേക്ഷക്കനുസരിച്ചുകൊണ്ട് SMA സ്റ്റേറ്റ് കമ്മിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി അലിയാർ മാസ്റ്റർ, അബ്ദുൽ നാസർ, അബ്ബാസ് സഖാഫി, കബീർ വെണ്ണക്കര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരോട് ചാത്തൻകണ്ടർക്കാവ് താലപ്പൊലി വർണ്ണാഭമായി. ചുനങ്ങാട്, വരോട്, വാടാനാംകുറിശി ദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ചാത്തൻകണ്ടർക്കാവ് തട്ടകം. മേലേക്കാവിൻ്റെ മുറ്റത്ത് പൂതൻ തിറകൾ കളം നിറഞ്ഞതോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് സോപാന സംഗീതവും പാണ്ടിമേളവും പ്രസാദവൂട്ടുമുണ്ടായി. വൈകിട്ട് വാദ്യമണ്ഡപത്തിൽ കുനിശ്ശേരി അനിയന്മാരാർ, നല്ലേപ്പള്ളി അനിയന്മാരാർ, മായന്നൂർ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം നടന്നു. പൂതൻ തിറകളും ഇണക്കാളകളും ആവേശപൂരത്തിന് മാറ്റുകൂട്ടി. രാത്രി നാഗസ്വര കച്ചേരി, വെടിക്കെട്ട്, തായമ്പക, തൃത്തായമ്പക എന്നിവയുണ്ടായി. പുലർച്ചെ 1:30 താലമെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. രാവിലെ 6 വെളിച്ചപ്പാടിൻ്റെ നൃത്തം, കാളകൾക്ക് അരിയേറ എന്നിവയോടെ കൊടിയിറങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള പാത നിർമ്മാണ പ്രവൃത്തികൾ പട്ടാമ്പി ടൗണിലേക്ക് ഉടൻ ആരംഭിക്കാൻ തീരുമാനം. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പട്ടാമ്പി നഗരസഭ അധികൃതരുടെയും യോഗത്തിലാണ് തീരുമാനമായത്. പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പള്ളി IPT വരെയുള്ള BMBC നിലവാരത്തിലുള്ള പാത നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി ടൗണിലെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റൽ, കയ്യേറ്റം ഒഴിപ്പിക്കൽ, പുതിയ വാട്ടർ കണക്ഷനുകൾ സ്ഥാപിക്കൽ എന്നിവ പ്രധാനമായി നടപ്പാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി അത്തരം പ്രവൃത്തികൾ ഏകോപിപ്പിച്ച് ആരംഭിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരെയും പട്ടാമ്പി മുനിസിപ്പാലിറ്റി അധികൃതരെയും വ്യാപാരികളെയും അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നത്. 45 വർഷം പഴക്കമുള്ള വാട്ടർ പൈപ്പ് ലൈനുകളായതിനാൽ അവ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. പുതിയ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തികൾ നടപ്പാക്കും. ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റേണ്ടതുണ്ട്. വൈദ്യുതിയും വാട്ടർ കണക്ഷനും മുഴുവൻ സമയവും മുടങ്ങാത്ത രീതിയിൽ പ്രവൃത്തികൾ നടപ്പാക്കാനാണ് യോഗത്തിൽ തീരുമാനം. ഇതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യ സെക്ഷൻ എന്ന നിലയിൽ കൽപ്പക ഷീറ്റ് മുതൽ കമാനം വരെയാണ് പ്രവൃത്തികൾ നടപ്പാക്കുക. ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായെന്ന് യോഗത്തിന് ശേഷം മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് യോഗത്തിൽ തീരുമാനമെന്നും MLA കൂട്ടിച്ചേർത്തു. 45 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് പട്ടാമ്പിയിലുള്ളത്. ആ പൈപ്പ് ലൈൻ മാറ്റുക, പോസ്റ്റ് മാറ്റുക, അതുപോലെ ടൗണിലെ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളാണ് പൂർത്തീകരിച്ചു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വർക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി ടൗണിലേക്ക് വർക്ക് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് KRFയുടെ ഉദ്യോഗസ്ഥർ, KSCB, വാട്ടർ അതോറിറ്റി, പട്ടാമ്പി മുനിസിപ്പാലിറ്റി, അതുപോലെ വ്യാപാരികൾ എല്ലാവരുടെയും യോഗം ചേർന്നത്. ആ യോഗം ചേർന്നതിന് ശേഷം വാട്ടർ അതോറിറ്റിയുടെ ആദ്യത്തെ സ്ട്രെച്ച് നമ്മുടെ കൽപ്പക മുതൽ കമാനം വരെയുള്ള ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കാനും മറ്റു വർക്കുകളും അതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. യോഗത്തിൽ MLAക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി,
താലൂക്ക് തഹസിൽദാർ ടി.പി. കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കളിയിടമാവണം ലഹരി എന്ന പ്രഖ്യാപനത്തോടെ ഇരുനിലങ്കോട് മാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സുബിൻ, കമ്മിറ്റി അംഗം അഖിൽ, ഫുട്ബോൾ ലീഗ് കോർഡിനേറ്റർ സജീഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ കേരളത്തിലെ ലഹരി വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നതും അതിനൊരു തടസ്സം നമ്മൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും നമ്മളൊരു ലീഗ് ടൂർണമെൻറ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ഭാഗമായി നമ്മുടെ മാസ് ക്ലബിൻ്റെ രണ്ടാമത് സൂപ്പർ ലീഗ് രണ്ടാമതല്ലേ അതിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ആശംസ സമർപ്പിച്ചുകൊണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ഭാഗമായി മെയ് 11 സംഘടിപ്പിക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് കൂറ്റനാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 11 വട്ടേനാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഹൃദ്രോഗ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അപേക്ഷാ ഫോം തൃത്താല MLA ഓഫീസിലും ഗ്രന്ഥശാലകളിലും ഏപ്രിൽ 30 വരെ ലഭ്യമാകും. സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത, ലിസി തൃശൂർ, ജൂബിലി മിഷൻ, അമല, കോട്ടയ്ക്കൽ മിംസ്, പെരിന്തൽമണ്ണ EMS ആശുപത്രി, MVR ക്യാൻസർ സെൻറ്റർ ഉൾപ്പെടെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിൻ്റെ ഭാഗമാകും. 28 വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കൂടിയാണിത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ തുടർ ചികിത്സാ സംവിധാനവും ഉറപ്പാക്കും. മൊബൈൽ ദന്തൽ ക്ലിനിക്ക് ഉൾപ്പെടെ വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആണ് അൻപോട് തൃത്താല കമ്മിറ്റി എന്ന് പറഞ്ഞത്. ഞങ്ങൾ തുറന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും നേരിടാനുമുള്ള പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ജീവിതശൈലി രോഗങ്ങൾ, അപ്പം അതിനെ എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ മറ്റ് രോഗങ്ങൾ, ഇപ്പോൾ ക്യാൻസറൊക്കെ പോലുള്ള, ഹൃദ്രോഗമൊക്കെ പോലുള്ള രോഗങ്ങളുണ്ട്, അതിനെ തടയാൻ ഉതകുന്ന തരത്തിലുള്ള ബോധവൽക്കരണം, അത്തരം പരിപാടികൾ ഇതെല്ലാം തുറന്ന് ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഈ ക്യാമ്പ് നടക്കുമ്പോൾ തന്നെ ഉണ്ടാവും, സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ തുടർന്നും നിരന്തരമായിട്ട് ബോധവൽക്കരണം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഇ സുഷമ, അഡ്വക്കേറ്റ് PA സുനിൽ, MK ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. 17ാമത് നാഷണൽ ജൂനിയർ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പി മുതുതല വേദിയാകും. മെയ് 2 മുതൽ 6 വരെയാണ് ചാമ്പ്യൻഷിപ്പ് എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളം വീണ്ടുമൊരു ദേശീയ കായിക വിരുന്നിന് വേദിയാവുകയാണ്. 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 700ഓളം കായിക താരങ്ങൾ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനെത്തും. മെയ് 2 മുതൽ 6 വരെ മുതുതല AUP സ്കൂളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. മെയ് 2 നടക്കുന്ന ചടങ്ങിൽ ഡോഡ്ജ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരളത്തിലെ കായികരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ആകർഷകമായ പരേഡുകൾ, കേരളത്തിൻ്റെ സാംസ്കാരിക മികവ് പ്രകടമാക്കുന്ന കലാപരിപാടികൾ തുടങ്ങിയവയും ഓപ്പണിംഗ് സെറമണിയോടനുബന്ധിച്ചുണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമസ്കാരം. 17ാമത് ജൂനിയർ ഡോഡ്ജ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇത് കഴിഞ്ഞ 17 വർഷമായിട്ട് കേരളത്തിലല്ലായിരുന്നു നടന്നുണ്ടായിരുന്നത്. 17ാമത് ജൂനിയർ ഡോഡ്ജ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വേദിയായിരിക്കുന്നത് കേരളമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ AUPS മുതുതല സ്കൂളാണ് വെന്യൂ ആയിരിക്കുന്നത്. മെയ് 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ ഇന്ത്യയിലെ തന്നെ 20-ൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ നിന്നായി ഏകദേശം 700ഓളം കായിക താരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോഡ്ജ് ബോൾ 3 കാറ്റഗറിയാണുള്ളത്: ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മിക്സർ. ഒരു മിക്സർ വിഭാഗം കൂടിയാണ്. ഇനി ഈ പറഞ്ഞ പോലെ 2-ാം തീയതി ചാമ്പ്യൻഷിപ്പ് തുടങ്ങുകയും 3-ാം തീയതി വൈകുന്നേരം ഇനാഗുറേഷൻ.
ചാമ്പ്യൻഷിപ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ സന്നദ്ധരാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അരുൺ, കായികാധ്യാപകൻ ശ്രീഹരി, സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് തട്ടിപ്പിലൂടെ സ്വന്തം അക്കൗണ്ടിലെത്തിയ തുക പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി കമ്മീഷൻ കൈപ്പറ്റിയ തൃശൂർ സ്വദേശി റെനീസ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 6 കിലോ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികൾ പാലക്കാട്ട് പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിൽ ചൊവ്വാഴ്ച റീൽസ് ചിത്രീകരിച്ചത് വിവാദമായി. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും പരിശോധിക്കുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവുമെന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കോൺഫറൻസ് 22-ന് ഒലവക്കോട്. 5000-ഓളം പേർ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് SMA പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി. മദ്രസ കമ്മിറ്റികളിൽ 25 വർഷം സേവനം നടത്തിയവർക്ക് ആദരമൊരുക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.